നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഹാരപ്പൻ സംസ്കാരം. ഒരു നിർദ്ദിഷ്ട കാലയളവിൽ ഒരു നിശ്ചിത ഭൂമേഖലയിൽ ഒരുമിച്ച് കാണപ്പെടുന്നതും സവിശേഷമായ രീതിയിലുള്ളതുമായ ഒരു കൂട്ടം വസ്തുക്കളെ പുരാവസ്തു ഗവേഷകർ വിശേഷിപ്പിക്കുന്നതാണ് സംസ്കാരം അഥവാ കൾച്ചർ. ആദിമ മനുഷ്യർ എളുപ്പത്തിൽ ചെത്തി വെളുപ്പിക്കാവുന്ന പുൽമേടുകളിലാണ് ആദ്യമായി കൃഷി ആരംഭിച്ചത്. പുൽമേടുകൾ നിറഞ്ഞ നൈൽ, യൂഫ്രട്ടീസ്, സിന്ധു തുടങ്ങിയ നദീതടങ്ങളിൽ മനുഷ്യർ ആദ്യം കേന്ദ്രീകരിച്ചു. വളക്കൂറുള്ള മണ്ണ്, ധാരാളം ജലം, കന്നുകാലികൾക്ക് മേയാൻ മേച്ചിൽപ്പുറങ്ങൾ എന്നിവ മനുഷ്യവാസം നദീതടങ്ങൾ കേന്ദ്രീകരിക്കാൻ കാരണമായി. ഈ നദീതടങ്ങൾ സംസ്കാരങ്ങളുടെ ഈറ്റില്ലങ്ങളായിരുന്നു. വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നിവ. ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ പ്രത്യേകതയാണ് വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ ആണ്. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടാനുള്ള കാരണം സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴിയുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്നും ലഭിച്ചു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഉത്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിൽ നിന്നും. ഇതിൻ്റെ കേന്ദ്രം സിന്ധുവും ഇതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശവുമാണ്. ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടേമിയക്കാർ വിളിച്ചിരുന്ന പേര് മെഹൂല എന്നും ഈ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്നത് ദ്രാവിഡരുമാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കണക്കാക്കുന്നത് BC 2700 മുതൽ BC 1700 വരെയാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. 1. പൂർവ്വ ഹാരപ്പൻ BC 3500 മുതൽ 2700 വരെ. 2. പക്വ ഹാരപ്പൻ BC 2600 മുതൽ 1900 വരെ. 3. പിൽക്കാല ഹാരപ്പൻ BC 1700 മുതൽ 1500 വരെ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് നഗരാസൂത്രണം, അഴുക്കുചാൽ സമ്പ്രദായം, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുട്ട ഇഷ്ടിക കൊണ്ടുള്ള ബഹുനില വീടുകൾ. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവനായ സർ ജോൺ മാർഷൽ ആണ്. 1921 അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനത്തിലൂടെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1924 ആണ്. ഈ പ്രഖ്യാപനം നടത്തിയത് സർ ജോൺ മാർഷൽ ആണ്. 1862 ആദ്യമായി ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ചാൾസ് മേഴ്സൺ. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാളയും, ഇണക്കി വളർത്തിയിരുന്ന മൃഗം നായയും, അറിവില്ലാതിരുന്ന മൃഗം കുതിരയും, അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പുമാണ്. സൈന്ധവ ജനത ഉപയോഗിച്ചിരുന്ന ലോഹങ്ങളാണ് ചെമ്പ്, സ്വർണം, വെള്ളി, ആഴ്സനിക്, ഈയം, വെങ്കലം എന്നിവ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ വെങ്കലയുഗ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാര നിവാസികൾക്ക് ചെമ്പ് കിട്ടിയിരുന്നത് രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ്. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി ഈ ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ടാണ് ഇലക്ട്രം. ആദിമ വികസിത ഹാരപ്പൻ സംസ്കാരങ്ങളാണ് ഥാർ മരുഭൂമിയോട് ചേർന്നുള്ള പാകിസ്ഥാനിലെ മരുഭൂപ്രദേശങ്ങളായ സിന്ധുവും ചോലിസ്ഥാനും. സിന്ധിലെ ആകെ കേന്ദ്രങ്ങൾ 106 ആണ്. ഇതിൽ ആദ്യകാല കേന്ദ്രങ്ങൾ 52ഉം വികസിത കേന്ദ്രങ്ങൾ 65ഉം പുതിയ കേന്ദ്രങ്ങളിലെ അധിവാസങ്ങൾ 43ഉം ഉപേക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങൾ 29ഉമാണ്. ചോലിസ്ഥാനിലെ ആകെ കേന്ദ്രങ്ങൾ 239 ആണ്.
ഇതിൽ ആദ്യകാല കേന്ദ്രങ്ങൾ 37ഉം വികസിത കേന്ദ്രങ്ങൾ 136ഉം പുതിയ കേന്ദ്രങ്ങളിലെ അധിവാസങ്ങൾ 132ഉം ഉപേക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങൾ 33ഉമാണ്. 1921 ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹാരപ്പയും 1922 രണ്ടാമതായി കണ്ടെത്തിയത് മോഹൻജദാരോയുമാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ ഹാരപ്പ, മോഹൻജദാരോ, സുത്കാജൻധോർ എന്നിവ പാകിസ്ഥാനിലും അലങ്കിർപൂർ, ബനവാലി, കാലിബംഗൻ, ലോഥൽ, ധോളാവീര എന്നിവ ഇന്ത്യയിലും ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാനിലും സ്ഥിതി ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് രൂപാർ. 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ നഗരങ്ങളാണ് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ എന്നിവ. മോഹൻജദാരോയിൽ ഉത്ഖനനം നടത്തിയത് RD ബാനർജിയും ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത് ദയാറാം സാഹ്നിയുമാണ്. ഹാരപ്പൻ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഈ സംസ്കാരത്തിൻ്റെ വ്യാപ്തി പാകിസ്ഥാനിൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയുമാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി സഹിവാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പയെ ആദ്യമായി ഉത്ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ്. ഋഗ്വേദത്തിൽ ഹരിയുപ്പ എന്ന് പരാമർശിക്കുന്ന ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവിയാണ്. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശവും സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചതും ഹാരപ്പയിൽ നിന്നാണ്. മോഹൻജദാരോ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമാണ്. മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രസിദ്ധമായ നിർമ്മിതികളാണ് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, പ്രീസ്റ്റ് കിങ് സ്റ്റാച്യു എന്നിവ. ഇവിടത്തെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് RD ബാനർജിയാണ്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം ധാന്യപുരയാണ്. ലോകത്തിലാദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ച മോഹൻജദാരോ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ്. ലോഥൽ ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്ന് അർത്ഥം വരുന്ന ലോഥൽ സബർമതി നദിക്കും പോഷക നദിയായ ഫോഗാവോയ്ക്കും ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ പ്രധാന തുറമുഖ നഗരമായ ലോഥൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. കപ്പൽശാല, പണ്ടകശാലകൾ, വ്യാപാരികളുടെ ഭവനങ്ങൾ എന്നിവയും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രൂപാർ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട കേന്ദ്രമായ രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്, രൂപാങ്കാർ ജില്ല. ഇവിടെ ഉത്ഖനനം നടത്തിയത് YD ശർമ്മ. കാലിബംഗൻ രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമായ കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. ഡ്രെയിനേജ് സംവിധാനം നിലവിൽ ഇല്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഇവിടെ എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ ഭൂസ്ഥിതികൾ, ഉഴവുചാലിൻ്റെ തെളിവുകൾ എന്നിവ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ചാൻഹുദാരോ പാകിസ്ഥാനിൽ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഇതിൽ സിറ്റാഡൽ, മേൽപ്പട്ടണം ഇല്ലായിരുന്നു. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരം കൂടിയാണ് ചാൻഹുദാരോ. സുത്കാജൻധോർ ബലൂചിസ്ഥാനിലെ ദാഷ്ട് നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ സുത്കാജൻധോർ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി കണ്ടെത്തിയ സംസ്കാര കേന്ദ്രമാണ്. ഇവിടെ നിന്നും മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ധോളാവീര
ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ധോളാവീര ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നാണ് കണ്ടെത്തിയത്. ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ടുപലക, സൈൻ ബോർഡ്, ഏകീകൃത ജലസേചന സൗകര്യം, നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇവിടുത്തെ സവിശേഷതകളാണ്. ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം കൂടിയാണിത്. ബനാവലി ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഖഗർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവ്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ എന്നിവയുടെ തെളിവുകൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പൂർവ്വ ഹാരപ്പൻ, പക്കു ഹാരപ്പൻ കാലഘട്ടങ്ങളുടെ തെളിവുകൾ നൽകുന്ന സ്ഥലം കൂടിയാണിത്. കോട്ട് ദിജി പാകിസ്ഥാനിലെ സിന്ധിൽ സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് കോട്ട് ദിജി. ആദ്യകാല സിന്ധു നദീതട കേന്ദ്രത്തിൻ്റെ ഉദാഹരണമായ ഇതിൽ നിന്നും കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ കിട്ടിയിട്ടുണ്ട്. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന ഹാരപ്പൻ നഗരമാണിത്. ഏറ്റവും പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹരിയാനയിലെ ഫിരാനയും, ഏറ്റവും വലുത് രാഖിഗഡിയും, ഏറ്റവും ചെറുത് അലഹഡിനോയും ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പുരുഷനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം ലോഥലും, മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം രൂപാറുമാണ്. രാഖിഗഡി മോഹൻജദാരോയാണ് അടുത്ത കാലം വരെയും ഏറ്റവും വലിയ ഹാരപ്പൻ നഗരമായി കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് നടന്ന ഉത്ഖനനങ്ങളുടെ ഫലമായി ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം രാഖിഗഡിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഖഗർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാഖിഗഡിയെ ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രമായി തിരിച്ചറിഞ്ഞ് ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡെയാണ്. സിന്ധു നാഗരിക കേന്ദ്രങ്ങളായ ഹാരപ്പ, രവി നദീതീരത്തും മോഹൻജദാരോ, ചാൻഹുദാരോ, അമ്രി, കോട്ട് ദിജി എന്നിവ സിന്ധുവിൻ്റെ തീരത്തും രൂപാർ, സത്ലജിലും, കാലിബംഗൻ, ബനവലി എന്നിവ ഖഗ്ഗാറിലും, ധോളാവീര ലൂണിലും, മിത്തൻ യമുനയിലും, ലോഥൽ സബർമതി, ഫോഗാവോ സംഗമ തീരത്തും, സുത്കാജൻദോർ ദാഷ്ടിൻ്റെ തീരത്തും സ്ഥിതി ചെയ്യുന്നു. സിന്ധു നദീതട കേന്ദ്രങ്ങളായ ഹാരപ്പയെ കണ്ടെത്തിയത് ദയാറാം സാഹ്നിയും, മോഹൻജദാരോ RD ബാനർജിയും, അമ്രി, ചാൻഹുദാരോ NG മജ്ദാറും, രംഗ്പൂർ MS വാട്സും, കോട്ട് ദിജി ഗുറായിയും, കാലിബംഗൻ A ഘോഷും, രൂപാർ YD ശർമ്മയും, ലോഥൽ SR റാവുവും, ധോളാവീര സുർകോത്താവ JP ജോഷിയും, ബനാവലി RS വിഷ്ടും ആണ്. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ്. സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകതകൾ ആണ് ആസൂത്രിതമായ നിർമ്മാണം, മലിനജലം ഒഴുക്കാനുള്ള ഓടകൾ, മികച്ച റോഡുകൾ, ഏകീകൃതമായ അളവുതൂക്ക സമ്പ്രദായം. റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന രീതി മട്ടകോൺ ആകൃതിയാണ്. റേഡിയൽ ആകൃതിയിൽ റോഡുകൾ കാണപ്പെട്ട ഒരേ ഒരു കേന്ദ്രം ബനാവലിയാണ്. സിന്ധു നദീതട നിവാസികൾ കെട്ടിടങ്ങൾ പണിയുന്നതിനായി ഉപയോഗിച്ചിരുന്നത് തീയിൽ ചുട്ടെടുത്ത മൺകട്ടകളും വെയിലത്ത് ഉണക്കിയ മൺകട്ടകളുമാണ്. നഗരപ്രദേശത്തെ മേൽപ്പട്ടണം സിറ്റാഡൽ എന്നും കീഴ്പട്ടണം ലോവർ സിറ്റി എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ എന്നീ നഗരങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഉപയോഗിച്ചിരുന്നത് ഭരണാധികാരികളാണ്. അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉയർന്ന ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ അധികാര സ്ഥാപനങ്ങളും സമ്പന്നരുടെ അധിവാസ കേന്ദ്രങ്ങളും ഉയർന്ന ഭാഗമായ മേൽപ്പട്ടണത്തിലും, സാധാരണ ജനങ്ങളുടെ വാസസ്ഥലം താഴ്ന്ന ഭാഗമായ കീഴ്പട്ടണത്തിലും ആയിരുന്നു എന്ന് കരുതുന്നു. ഭവന നിർമ്മാണം. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയുള്ളവയായിരുന്നു.
ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലതാകട്ടെ കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുമുള്ളവയായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയവും ഉണ്ടായിരുന്നു. അഴുക്കുചാൽ സമ്പ്രദായം. അഴുക്കുചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. വലിയ കുളം. മോഹൻജദാരോയിൽ നിന്നും ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. പൂർണ്ണമായും ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ധാന്യപ്പുരകൾ. ഹാരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ധാന്യപ്പുരകൾ. ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു ഇവ. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു ധാന്യപ്പുരകൾ സൂക്ഷിച്ചിരുന്നത്. നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ ഉണ്ടായിരുന്നു. ധാന്യപ്പുരകൾ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു. മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ. നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച പ്രദേശങ്ങളാണ് ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ. സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരങ്ങളാണ് ലോഥൽ, സുത്കാജൻദോർ, ബാലക്കോട്ട് എന്നിവ. പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ടവ അമ്രി, ബാലക്കോട്ട്, ബനാവലി, കോട്ദിജി എന്നിവയും ഒരു ചെറു പട്ടണത്തിൻ്റെ തെളിവ് ലഭിച്ച സ്ഥലം റഹ്മാൻ ധേരിയുമാണ്. ഹാരപ്പൻ ജനതയുടെ ഭാഗ്യമുദ്രയായി കരുതപ്പെടുന്നത് സ്വാസ്തികയാണ്. കൃഷി, കച്ചവടം. നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണാവശ്യത്തിനും തൊഴിലുകൾക്കുമായി ആശ്രയിച്ചിരുന്നതും നഗരങ്ങളിലെ ഉൽപ്പാദന വസ്തുക്കളുടെ പ്രധാന വിപണി കേന്ദ്രവും ഗ്രാമങ്ങളായിരുന്നു. സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണാൽ ഫലപുഷ്ടമായിരുന്നു ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ. രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. കൂടാതെ ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. കാർഷിക വൃത്തിയോടൊപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു. കാണ്ടാമൃഗം, ആന എന്നിവയുടെ കളിമൺ രൂപങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പരുത്തി കൃഷി ചെയ്തിരുന്ന ആദ്യത്തെ ജനതയായ സിന്ധു നദീതട നിവാസികൾ സിന്ധിൽ നിന്നും വരുന്നത് എന്ന അർത്ഥത്തിൽ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡോൺ എന്നാണ്. സംസ്കൃതത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത് കർപ്പസ എന്നാണ്. ഈ നിവാസികൾ കൃഷി ചെയ്തിരുന്ന പ്രധാന ധാന്യങ്ങൾ ഗോതമ്പ്, ബാർലി എന്നിവയാണ്. കാർഷിക പുരോഗതി മിച്ചോൽപാദനത്തിനും ധാന്യങ്ങളുടെ സംഭരണത്തിനും വഴിതെളിച്ചു. എന്നാൽ ഇവർ കച്ചവട വിനിമയങ്ങൾക്ക് പണം ഉപയോഗിച്ചിരുന്നില്ല. സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അളവ് തൂക്ക ഉപകരണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അളവ് തൂക്ക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16 ആണ്. സിന്ധു നദീതട നിവാസികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്ന മറ്റു നാടുകളാണ് മെസപ്പൊട്ടോമിയ, ഇറാൻ, ബഹ്റൈൻ, മധ്യേഷ്യ എന്നിവ. വിദേശ വാണിജ്യത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് ചിപ്പിയും മുത്തും കൊണ്ടുള്ള ആഭരണങ്ങൾ, ആനക്കൊമ്പ്, ശില്പങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ലാപ്പിസ് ലസൂലി, ഒരിനം കല്ല്, സ്വർണം തുടങ്ങിയവ. മെസപ്പൊട്ടോമിയയിൽ നിന്നും ലഭിച്ച ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പട്ടണത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. മെലൂഹ ഹാരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഹാരപ്പയിൽ നിന്നും ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകൾ ഇതിന് തെളിവാണ്. സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച പശ്ചിമേഷ്യൻ അഥവാ മെസപ്പൊട്ടോമിയൻ നഗരങ്ങൾ ലർ, സുസ, കിഷ്, ലകാഷ്, ടെൽ അസ്മർ എന്നിവ. ഹാരപ്പൻ നിർമ്മിതമായ ഭരണി കണ്ടെത്തിയ രാജ്യം ഒമാനാണ്. കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ ഒന്നായിരുന്നു ലോഥൽ. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങളും കടൽ വഴിയുള്ള കച്ചവടത്തിൻ്റെ മറ്റൊരു പ്രധാന തെളിവാണ്. സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി ലഭിച്ച മുദ്രകൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം.
രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നും ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചിട്ടുണ്ട്. ചെമ്പും വെളുത്തീയവും ചേർന്ന് വെങ്കലവും, വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു. വെങ്കലത്തിൻ്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗ സംസ്കാരം എന്ന പേര് നേടിക്കൊടുത്തു. കരകൗശല വസ്തുക്കളും തൊഴിൽക്കൂട്ടങ്ങളും. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, മൺപാത്രങ്ങളിലെ അലങ്കാരപ്പണികൾ, കളിമണ്ണിൽ തീർത്ത മൃഗരൂപങ്ങൾ, സ്ത്രീ പുരുഷ രൂപങ്ങൾ, വണ്ടികളുടെ രൂപങ്ങൾ, ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ തുടങ്ങിയവ ഈ ജനതയുടെ കരവിരുതിന് ഉദാഹരണമാണ്. ലോഥലിൽ നിന്നും മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ച് വളകൾ നിർമ്മിച്ചിരുന്നു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ തൽപരരായിരുന്ന ഹാരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. അക്കാലത്ത് വിവിധ തൊഴിൽക്കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് വിവിധതരം കരകൗശല വസ്തുക്കൾ. ഹാരപ്പൻ വിശ്വാസരീതികൾ. സിന്ധു നദീതട നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് മാതൃദേവത. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ നിന്നും അക്കാലത്തെ ജനങ്ങളുടെ വിശ്വാസരീതികൾ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. കൂടാതെ കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീരൂപങ്ങളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമശിവന്റെ പ്രോട്ടോശിവ ശില്പങ്ങളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. മോഹൻജദാരോയിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവാമെന്ന് കരുതുന്നു. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന ശിവനോട് സാമ്യമുള്ള ദൈവം പശുപതി മഹാദേവൻ ആണ്. ഈ ദേവന്റെ ചിത്രമുള്ള മുദ്ര കണ്ടെത്തിയ സ്ഥലം മോഹൻജദാരോ ആണ്. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മറ്റു ആരാധനാമൂർത്തികളാണ് ആൽമരം, ലിംഗവും യോനിയും, സർപ്പം, മുഴയൻ, കാള, പ്രാവ് എന്നിവ. ഈ ജനത ആരാധിച്ചിരുന്ന സാങ്കല്പിക മൃഗമാണ് യൂണിക്കോൺ. അഗ്നി ആരാധനയ്ക്ക് തെളിവ് കിട്ടിയ സ്ഥലങ്ങളാണ് കാലിബംഗനും ലോഥലും. ഹാരപ്പൻ ലിപിയും മുദ്രകളും. ഹാരപ്പൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിൽ ഏറ്റവും സവിശേഷമായതാണ് ഹാരപ്പൻ മുദ്രകൾ. വെണ്ണക്കല്ലുകളാൽ നിർമ്മിതമായ ഇത്തരം മുദ്രകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിയാത്ത ചില ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാക്കുന്നത് കളിമണ്ണുകൊണ്ടും ശിലകൾ കൊണ്ടും നിർമ്മിച്ച മുദ്രകളാണ്. ആദ്യമായി ഒരു ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഈ മുദ്രകൾ ആലേഖനം ചെയ്യപ്പെട്ട പ്രതലങ്ങൾ സ്റ്റീറൈറ്റ്, ചെമ്പ്, കളിമണ്ണ്, ആനക്കൊമ്പ് തുടങ്ങിയവയാണ്. ഹാരപ്പൻ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട മൃഗം യൂണിക്കോണും ഹാരപ്പൻ ലിപി അറിയപ്പെടുന്നത് ചിത്രലിപി അഥവാ പിക്ടോഗ്രാഫും എന്നാണ്. ഹാരപ്പൻ എഴുത്തുവിദ്യ ബോസ്ട്രോഫിഡോൺ ആണ്. വലത്തു നിന്നും ഇടത്തോട്ട് ആദ്യ വരിയും ഇടത്തു നിന്നും വലത്തോട്ട് രണ്ടാമത്തെ വരിയും എഴുതുന്ന രീതി. ഈ ലിപി വായിച്ചെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹാരപ്പൻ ലിപി വായിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളിലൂടെ പ്രശസ്തനായ പുരാലിഖിത ശാസ്ത്രജ്ഞനാണ് ഐരാവതം മഹാദേവൻ. ഹാരപ്പൻ ലിപിയോട് ഏറ്റവും സാമ്യമുള്ളതെന്ന് കരുതപ്പെടുന്ന ലിപിയാണ് ദ്രാവിഡ ലിപി. സിന്ധു നാഗരികതയിലെ പ്രധാന കണ്ടെത്തലുകളാണ് മോഹൻജദാരോയിൽ നിന്നും നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, മഹാസ്നാനഘട്ടം, പശുപതി മഹാദേവന്റെ മുദ്ര, അസംബ്ലി ഹാൾ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, ആടിൻ്റെയും എരുമയുടെയും പ്രതിമ, ധാന്യപ്പുരകൾ, ഹാരപ്പയിൽ നിന്നും ചുട്ടെടുത്ത അടുപ്പ്, സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃകൾ, എച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ, പട്ടിമാനിനെ വേട്ടയാടുന്ന രൂപം, 2 നിര വീതമുള്ള 6 ധാന്യപ്പുരകൾ, ചെമ്പുമൂടിയുള്ള രഥം, മാതൃദേവതയുടെ ശില്പം, ലോഥലിൽ നിന്നും തുറമുഖം, വ്യാപാര ഭവനങ്ങൾ, പേർഷ്യൻ ഗൾഫ് സീൽ, ചെസ് ബോർഡ്, കൂട്ട ശവമടക്കിൻ്റെ തെളിവുകൾ, ചെമ്പിൽ നിർമ്മിച്ച നായ, ബട്ടൺ മുദ്ര, ലോഥലിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും കണ്ടെത്തിയ മാലിന്യ സംസ്കരണ കേന്ദ്രം, ലോഥലിൽ നിന്നും ചാൻഹുദാരോയിൽ നിന്നും കണ്ടെത്തിയ ലോഹ ഫാക്ടറി, ചാൻഹുദാരോയിൽ നിന്നും ചിപ്പി,
ആഭരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി, ചെമ്പിലോ വെങ്കലത്തിലോ നിർമ്മിച്ച കാളവണ്ടി, മഷിക്കുപ്പി, രംഗ്പൂരിൽ നിന്നും ഹാരപ്പൻ മുദ്ര, മാതൃദേവതയുടെ പ്രതിമ, കാലിബംഗനിൽ നിന്നും ഉഴവുചാൽ പാടങ്ങൾ, തീ അൾത്താരകൾ, ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം, രൂപാറിൽ നിന്നും ചെമ്പിൽ തീർത്ത മഴു, ദൈമമാതിൽ നിന്നും ചെമ്പിൽ തീർത്ത ആന, ചെമ്പിൽ തീർത്ത രഥം, സുത്കാജൻദോറിൽ നിന്നും മനുഷ്യരുടെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകം, ധോളാവീരയിൽ നിന്നും ജലസംഭരണികൾ, ചൂണ്ടുപലക, സ്റ്റേഡിയം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ച. കാരണങ്ങൾ: വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് GF ഡേൽസ്. ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലർ. സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടവർ സർ ജോൺ മാർഷൽ, HT ലാംബ്രിക്, EJH മക്കേ എന്നിവർ. ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയത് ഏകദേശം 1700 BC-യോടെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രവർത്തനം ആരംഭിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്കും പൗരാണിക മൂല്യമുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനും ചുമതലപ്പെട്ട സ്ഥാപനമാണിത്. 1861 സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം ആരംഭിക്കാൻ മുൻകൈയെടുത്ത വൈസ്രോയി കാനൻ പ്രഭുവാണ്. ഇതിൻ്റെ ആദ്യകാല ആസ്ഥാനം കൽക്കട്ടയും നിലവിലെ ആസ്ഥാനം ന്യൂഡൽഹിയുമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ആസ്ഥാന മന്ദിരം ധരോഹർ ഭവനാണ്. ഇതിൻ്റെ ആദ്യ സർവേയറായി നിയമിക്കപ്പെട്ടത് അലക്സാണ്ടർ കണ്ണിങ്ഹാമും ആദ്യ ഡയറക്ടർ ജനറലും അദ്ദേഹം തന്നെയാണ്. കഴ്സൺ പ്രഭു 1902 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ച വ്യക്തി ഹാരപ്പൻ പ്രദേശങ്ങൾ ആദ്യമായി ഉത്ഖനനം നടത്തുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്ന ജോൺ മാർഷലിനെയാണ്. പുരാവസ്തു വകുപ്പിനെ പുനരുജ്ജീവിപ്പിക്കുകയും പുരാതന സ്മാരക സംരക്ഷണ നിയമം ഏൻഷ്യൻ മോണുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കുകയും ചെയ്ത വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.